നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ിരിക്കാണ്ട് കഴിക്കാമേ. ഞാൻ കഴിച്ചോളാം. നീ മാഡത്തിന് എന്തെങ്കിലും വേണോന്ന് ചോദിക്കും. ആന്റി കുറച്ച് കറി വേണം പറ്റേ. ഇത്തിരി മതി. വേണ്ട ശിവാനി. സത്യം പറയാലോ, നല്ല ഒന്നാം തരം കറി. അപ്പോ ആണെങ്കിലോ കറി ഇല്ലെങ്കിലും നല്ല സുഖമായിട്ട് കഴിക്കാം. എന്തൊരു കൈപ്പുണ്യത്. അമ്മയ്ക്കൊരു കാര്യം അറിയോ? ഏതെങ്കിലും ഒരു കറി എടുത്ത് മണപ്പിച്ച് നോക്കിയ അപ്പൊ അറിയാതെ ആരുണ്ടാക്കിയതാണെന്ന്. ആന്റി കഴിത്തിട്ടുണ്ടെങ്കിൽ അത് വേറെ ലെവലായിരിക്കും. ആ നിർമ്മലയെ പിന്നെയും സഹിക്കാം. നിധിയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ഒന്ന് കഴിച്ചു നോക്കണം. ഓ ഹൊറിബിൾ. പിന്നെ പട്ടിണി കിടന്ന് ചാവണ്ടെന്ന് കരുതി കഴിക്കുന്നേ ഉള്ളൂ. ആ എഴുതി, എന്റെ ഒരു റിക്വസ്റ്റ് ആണേ. കുറച്ചു നാളത്തേക്ക് ശിവാനിക്കെങ്കിലും എഴുത്തി ഒന്ന് വെച്ച് വിളമ്പി കൊടുക്കണം. ഇവൾ എന്തെങ്കിലും ഒന്ന് വായിക്ക് രുചിയായിട്ട് കഴിച്ചോട്ടെ. ഏട്ടത്തെ ഇങ്ങനെ മെരുക്കി നിർത്താനും വേണ്ടി എന്തൊറ്റമൂലയാ നീ പ്രയോഗിച്ചത്? അത് ഞാനെന്ത് പ്രയോഗിക്കാൻ? അല്ലാതെ ഏട്ടത്തെ ഇങ്ങനെ മാറില്ല. നിധിക്കെതിരെ നാവ് അനക്കുകയില്ല. എന്റെ ആന്റി, ഈ ഇരിക്കുന്ന രേണുക ആരാണെന്ന് ആന്റി വിചാരിച്ചിരിക്കുന്നത്? ഏത് മതം വിളകി ആനയും മെരുക്കന്റെ ഒറ്റ നോട്ടം മതി. ആന്റി നോക്കിക്കോ, ഇതൊക്കെ വെറും സാമ്പിൾ അല്ലേ. അമ്മ വേണമെങ്കിൽ നല്ല ഒന്നാന്തരം വാരി കുഴിക്കും നിധിയെ വീഴ്ത്താൻ. വായിലേക്ക് എടുത്തു വെച്ച ഭക്ഷണം പോലും കഴിക്കാൻ അനുവദിക്കാതെ എന്റെ മോളെ എനിക്ക് എഴുന്നേപ്പിച്ച് വിടേണ്ടി വന്നല്ലോ ഭഗവാനെ. അമ്പലത്തിൽ പോയി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വിശന്നു വലഞ്ഞു വന്ന എന്റെ കുഞ്ഞിന് ഉപവാസം മുറിക്കാൻ ഒരുന്നുള്ള ആഹാരം പോലും കഴിക്കാൻ സമ്മതിക്കാത്ത എന്നോട് ദൈവം പൊറുക്കില്ല. എല്ലാവരുടെ മുമ്പിൽ വെച്ച് വലിയ അമ്മായിയമ്മ ചമഞ്ഞ് എന്നെ കഴിക്കാൻ അനുവദിക്കാതെ എഴുന്നേൽപ്പിച്ചു വിട്ടിട്ട് എന്തിനാ ഇവിടെ വന്നു നിന്ന് കരയുന്നത്? ഒരു കാര്യം ചോദിക്കാനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എനിക്ക് കഴിക്കാൻ അനുവാദമുള്ളൊരു സമയം അറിയിച്ചിരുന്നെങ്കിൽ ആ സമയത്ത് കഴിക്കാമായിരുന്നു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകി വെച്ചതിന് ശേഷമാണോ ഞാൻ കഴിക്കേണ്ടത്? അതോ വിശപ്പൊക്കെ പോയി കഴിഞ്ഞിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? എന്തിനാ നിധി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇത് ഞാൻ അമ്മയോട് ചോദിച്ചതല്ല. എനിക്ക് ഭക്ഷണം തരാൻ പാടില്ല എന്ന് അമ്മയോട് പറഞ്ഞ ഒരാളില്ലേ, ആ ആളിനോട്. ശിവാനിയോടെന്ന അനുവാദവും എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയവും ഒന്ന് ചോദിച്ചിട്ട് വന്നാൽ നന്നായിരുന്നു. ശിവാനി അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്തിനാ അമ്മ കള്ളം പറയുന്നത്? കഴിക്കാനായി എടുത്തു വെച്ച ഭക്ഷണത്തില് ഒരു പിടി ഞാൻ ബാക്കി വെച്ച എന്നെ അവിടെ ഇരുത്തി നിർബന്ധിച്ച് അതുകൂടി കഴിപ്പിച്ചിട്ട് മാത്രം എഴുന്നേൽക്കാൻ അനുവദിക്കുന്ന അമ്മ എന്റെ വായിലേക്ക് എടുത്തു വെച്ച ഭക്ഷണം തട്ടിത്തെറിപ്പിക്കുമ്പോ അത് സ്വയം ചെയ്യുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കണം. ദേഹം മാത്രമേ അമ്മയുടേതായിട്ടുള്ളൂ. ഇതിലിപ്പോ പ്രവർത്തിക്കുന്നത് ശിവാനിയാ. അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയോട് ഒരു ദേഷ്യമില്ല. അല്ലമ്മേ, അവൾ എന്ത് പറഞ്ഞിട്ട് അമ്മയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? അങ്ങനെയൊന്നും ഒന്നിനും വഴങ്ങിക്കൊടുക്കുന്ന ആളല്ലല്ലോ എൻ്റെ അമ്മ. ഇപ്പൊ പിന്നെ എന്തു പറ്റി? അമ്മയെ കൂച്ചു വിലങ്ങിട്ട് ഇങ്ങനെ അനുസരിപ്പിച്ച് നിർത്തണമെങ്കിൽ അമ്മ ഭയക്കുന്ന ഒരേ ഒരു കാര്യമേ ഈ വീട്ടിലുള്ളൂ. അതെങ്ങനെ ശിവാനി അറിഞ്ഞോ? എന്ത്? ഗൗതമിന്റെ ജന്മരഹസ്യം. അങ്ങനെയൊന്നുമില്ല. അവളൊന്നും അറിഞ്ഞിട്ടില്ല. അവളൊന്നും പറഞ്ഞതിനെ ഭീഷണിപ്പെടുത്തുന്നുമില്ല. അപ്പൊ പിന്നെ ആ രഹസ്യം അറിയാവുന്ന ഒരേ ഒരാൾ വസുന്ധരാന്റിയാണ്.
കുറച്ചു നാളായി അടങ്ങിയിരിക്കുന്ന ആന്റി അത് വീണ്ടും പൊക്കിപ്പിടിച്ച് വിലപേശൽ ആരംഭിച്ചോ? പറയമ്മേ, വസുന്ധരാന്റിയാണോ ഈ ബ്ലാക്ക് മെയിലിങ്ങിന് പിന്നിൽ? വസുന്ധര തന്നെ. എന്താ അമ്മ ഇത്? ആദ്യമേ തന്നെ ഇതെന്നോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? എനിക്കും വിഷമം കാണില്ലായിരുന്നു, അമ്മയ്ക്കും ഇങ്ങനെ വിഷമിക്കേണ്ടി വരില്ലായിരുന്നു. അമ്മ പറയുന്നതനുസരിച്ച് ഞാനങ്ങ് അഭിനയിച്ച് നിന്നാ പോരായിരുന്നോ? ഇനി എന്തായാലും അത് വേണ്ട. ഇപ്പൊ തന്നെ വസുന്ധരാന്റിയുടെ അടുത്തേക്ക് പോവാൻ ഞാൻ എല്ലാത്തിനും ഒരു തീരുമാനം ഇന്നുണ്ടാക്കും. നിധി, വേണ്ട. അമ്മ എന്താ വേണ്ടെന്ന് പറഞ്ഞത്? വസുന്ധരയല്ല പറഞ്ഞത്, അത് തന്നെ കാരണം. വസുന്ധരാന്റി അല്ലെങ്കിൽ അപ്പൊ പിന്നെ ഗൗതമിന്റെ രഹസ്യം വെച്ച് അമ്മയെ വിരട്ടുന്നത് ശിവാനി തന്നെ. ഒരു സംശയവും ഇല്ല, ശരിയല്ലേ? സത്യം പറയമ്മേ, ഗൗതം അനാഥനാണെന്നുള്ള രഹസ്യം ശിവാനി കണ്ടുപിടിച്ചോ? പറയ്. നിധി, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഇത് ഗൗതമിനെ സമ്മതിക്കുന്ന കാര്യമേ അല്ല. പിന്നെ എന്താ? അത് പറ. ഏതോ ഒരു കാര്യം വെച്ച് അമ്മയെ ആരോ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അത് ഉറപ്പാ. പക്ഷെ അമ്മ അത് എന്നോട് പറയുന്നില്ല എന്ന് മാത്രം. അമ്മ എന്നോട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. പക്ഷെ അതിന്റെ 100 ഇരട്ടി വേദന എന്നെ വിഷമിപ്പിക്കുമ്പോൾ അമ്മ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ ഇങ്ങനെ സങ്കടപ്പെടാൻ ഞാൻ വിടില്ല. അമ്മയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്നും കാരണക്കാരി ആരാണെന്നും ഞാൻ കണ്ടുപിടിക്കും, നോക്കിക്കോ. എല്ലാത്തിനും കാരണക്കാരി ശിവാനിയാണെന്ന് നിന്നോട് പറഞ്ഞ് നീ അപ്പൊ തന്നെ അവളോട് വഴക്കിന് പോകും. അവളെല്ലാം വിളിച്ചു പറയുകയും ചെയ്യും. അതുകൊണ്ട് മാത്രം മോളെ ഞാൻ നിന്നോട് ഒന്നും തുറന്നു പറയാത്തത്. തൽക്കാലം എല്ലാ വേദനയും സഹിച്ചോളാം ഞാൻ. അമ്പലത്തിൽ പോയിട്ട് ഇത്ര വേഗം എത്തിയോ? ഇന്നലെ ഉപവാസം ഇരുന്നോണ്ടേ അമ്പലത്തിൽ നിന്ന് വന്നപ്പോ ഒടുക്കത്തെ വിശപ്പ്. ഓഹോ, അതുകൊണ്ടേ പൂജ കഴിഞ്ഞപ്പോ ഞാനിങ്ങ് ഇറങ്ങി. എങ്കിൽ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേഗം എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. രാവിലെ മുതൽ കിച്ചണിൽ അമ്മയാണ്. നിർമ്മലാമ്മയുടെ കൈ മുറിയോ മറ്റോ ചെയ്തു. ചെന്ന് എന്തെങ്കിലും കഴിക്ക്. ആ, നല്ല കാര്യമായി പോയി. വന്ന പാടെ ഞാൻ കാണുന്നതേ അമ്മ നല്ല ഒന്നാം തരം അപ്പവും വെജിറ്റബിൾ കറിയും ഉണ്ടാക്കി ടേബിളിൽ വെച്ചിരിക്കുന്നതാ. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ ഞാൻ പരിപാടി തുടങ്ങി. 1, 2, 3 അല്ല, 4 അപ്പം വയറ് നേർച്ചും കഴിച്ചു. ആഹാ, നീ ആള് കൊള്ളാലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. അല്ല, ഗൗതം എന്താ നേരത്തെ? രാവിലെ ഒരു അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട്, 1, 2 മെയിലുകൾ വായിക്കണം. ആ ഫോണും എടുക്ക്. അതുകൊണ്ട് നേരത്തെ അങ്ങ് ഇറങ്ങിക്കാന്ന് കരുതി. പിന്നെ വിളിച്ചുണർത്താൻ നീ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഞാനില്ലെങ്കിലും സമയത്തിന് എഴുന്നേറ്റോളൂ അല്ലേ? എഴുന്നേക്കാതിരിക്കാൻ പറ്റുമോ? വേറെ വഴിയില്ലല്ലോ. അതെ, സംസാരിച്ചു നിന്ന് സമയം കളയുന്നില്ല, ഞാൻ ഇറങ്ങാം. ആ, നിക്ക്. ഉച്ചക്ക് എപ്പോ വരുമെന്ന് പറ. ഉച്ചയ്ക്കോ? എന്തിനു? അതുകൊള്ളാം. ഇന്ന് ജയലക്ഷ്മി ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസമല്ലേ, അത് മറന്നോ? അത് ഇന്നാണോ? അയ്യോ, എന്നെ ഒന്ന് ഓർപ്പിക്കാത്ത എന്താ? തിരക്കാണെങ്കില് ഞാൻ തനിച്ചു പോയാലോ? എന്തായാലും നീ റെഡി ആയിട്ട് നിൽക്കല്ലേ? അവിടെ ചെന്ന് അത്യാവശ്യം ജോലികൾ നിർത്ത്. അതുവഴി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. എന്തു പറയുന്നു? ആ, അത് കുഴപ്പമില്ല. എങ്കിൽ പിന്നെ നമുക്കിറങ്ങാം. എന്നാ വാ. രാവിലെ കാപ്പി കൂടി കഴിഞ്ഞ ഒരു ജ്യൂസ്. എന്റെ മോളെ, ഇതിനാ സുഖിക്കാന്ന് പറയുന്നത്. ഈ സുഖം നീനാൾ വാഴണമെങ്കിലേ കളി ഇതൊന്നും പോരാ. നമ്മൾ ഇതുവരെ പ്രയോഗിച്ച ആയുധങ്ങളൊക്കെ കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടുവന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഇനി പ്രയോഗിക്കുന്ന ഒരു ഐറ്റം നിധിയെ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പാകത്തിനുള്ളതായിരിക്കണം. സത്യം പറഞ്ഞാലേ ഞാനിപ്പോ നിന്റെ ശിഷ്യയാ. നിന്നെ വെച്ച് നോക്കിയാ എന്നെയൊക്കെ എന്തിനു കൊള്ളാം. എനിക്ക് എന്നെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ നാണം തോന്നുക. ഇനി എന്താ വേണ്ടെന്ന് മോൾ അങ്ങോട്ട് പറഞ്ഞാ മതി. അണുവിട തെറ്റാതെ ഞാനത് ചെയ്തു തരാം. അതുപോരെ? മതി. വേറെന്തെങ്കിലും കോള് തടഞ്ഞു മോളെ? പ്രണവ വിളിക്കുന്നേ. ഓഫീസിൽ ചെന്നപ്പോ എന്തെങ്കിലും ഓർത്ത് കാണും. ഞാനൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. എന്തായാലും പ്രണവിന് മോളോടുള്ള സ്നേഹം കൂടിയിട്ടുണ്ട്.
അത് പോരാ, അവനെ കൂടി എന്റെ മോളുടെ അടിമയാക്കി മാറ്റണം. എന്തിനാണോ ഇങ്ങനെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നേ? ഞാനെന്തിനാ വിളിക്കുന്നതെന്ന് നിനക്കറിയില്ലേ ശിവാനി? ഇന്ന് തീയതി എത്രയാണെന്നറിയാമോ? വണ്ടിയുടെ ഫിനാൻസ് അടച്ചിട്ടില്ല. ഹൗസിംഗ് ലോണിൻ്റെ ഡേറ്റ് ആണെങ്കിൽ കഴിഞ്ഞും പോയി. പിന്നെ അത്യാവശ്യം ഏതെങ്കിലും ഒരു സ്റ്റാർ ഹോട്ടലിൽ പോയി ഒരു ദിവസം താമസിച്ച് ഭക്ഷണം കഴിക്കണമെന്ന് വെച്ചാലേ അതിന് പണമല്ലേ ശിവാനി വേണ്ടത്? ഇതിനൊക്കെ ഞാനെവിടെ പോകാനാ? നിന്റെ ചെലവിനും നിന്റെ ദൂരത്തിനും പണം നൽകലല്ല എന്റെ ജോലി.